ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഷിരൂരിൽ ഗംഗാവലി നദിയിൽ അകപ്പെട്ടു മരിച്ച അർജുനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണമെന്ന ലോറി ഉടമ മനാഫ് കുടുംബത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. ഇക്കാര്യത്തിൽ തന്റെ കുടുംബത്തിൽ ഭിന്നതയില്ലെന്നും സഹോദരൻ മുബീനൊപ്പം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മനാഫ് പറഞ്ഞു. അതേസമയം സൈബർ ആക്രമണങ്ങൾക്കെതിരെ അർജുന്റെ കുടുംബം പോലീസിൽ ഇന്ന് പരാതി നൽകി. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ വ്യക്തത വരുത്താനാണ് കുടുംബത്തോടൊപ്പം വാർത്താ സമ്മേളനം നടത്തുന്നതെന്ന മുഖവുരയോടെയാണ് മനാഫ് തുടങ്ങിയത്. ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല, PR വർക്കില്ല, തന്റെ സ്വഭാവം ഇങ്ങനെയാണ്, വൈകാരികമായി തോന്നിയെങ്കിൽ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നു. ലോറിക്ക് അർജുന്റെ പേരിടുന്നില്ല, 1 രൂപ പോലും പണപ്പിരിവ് നടത്തിയിട്ടില്ല. മുക്കത്തെ പരിപാടിയിൽ സംഘാടകർ പണം തരാമെന്ന് പറഞ്ഞപ്പോൾ അർജുന്റെ മകന് നൽകാനാണ് ആഗ്രഹിച്ചത്. അത് കുടുംബത്തെ വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും മനാഫ്. ഈ വിവാദം ഇവിടെ അവസാനിപ്പിക്കണമെന്നും മനാഫ്. നമ്മൾ ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല. ഇതിലൊരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു PR വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല. ആരെ വൈകാരികമായിട്ട് ഈ വിഷയത്തെ പൊതുവേ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെയാണ് മനാഫ്. അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് ചോദിക്കുകയാണ്. വാഹനത്തിന്റെ RC ഓണർ താനാണെന്ന് പറഞ്ഞ മുബീൻ കുടുംബം ഒറ്റക്കെട്ടാണെന്നും വ്യക്തമാക്കി. ഈ വാഹനത്തിന്റെ RC എൻ്റെ പേരിലാണ് ഉള്ളത്. അപ്പോൾ ഞാനും ജ്യേഷ്ഠനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു. അതിന് ശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ വാഹനം എൻ്റെതും ജ്യേഷ്ഠൻ്റെതും കൂടിയാണ് ഈ വാഹനം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. ഞങ്ങൾ എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകർക്ക് വാർത്താ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി കൂടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നും മനാഫ് പറഞ്ഞു. കുടുംബത്തിന് വിഷമമായെന്നറിഞ്ഞപ്പോൾ അർജുന്റെ ഫോട്ടോ മാറ്റിയെന്നും വ്യക്തമാക്കി. അതേസമയം സൈബർ ആക്രമണങ്ങൾക്കെതിരെ അർജുന്റെ കുടുംബം നൽകിയ പരാതി മെഡിക്കൽ കോളേജ് ACP അന്വേഷിക്കും. സിറ്റി പോലീസ് കമ്മീഷണറാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. 24 കോഴിക്കോട്. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. ദ ഹിന്ദുവിന് അഭിമുഖം നൽകിയത് PR ഏജൻസി വഴിയെന്ന വാദം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തനിക്കും സർക്കാരിനും PR ഏജൻസിയുമായി ബന്ധമില്ലെന്നും ഇതിനായി പണം ചെലവഴിച്ചിട്ടില്ല എന്നുമാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അഭിമുഖ സമയത്തൊപ്പം ഉണ്ടായിരുന്നത് CPIM മുൻ MLA TK ദേവകുമാറിന്റെ മകനാണെന്ന 24 വാർത്ത മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. എന്നാൽ സുബ്രഹ്മണ്യത്തിനൊപ്പം ഉണ്ടായിരുന്ന കേസൻ ഗ്ലോബൽ CEO വിനീത് ഹോണ്ടയെക്കുറിച്ച് അറിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാന വാർത്ത, ലീഡ് സ്റ്റോറി. CPIM മുൻ ഹരിപ്പാട് MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം വിവാദ അഭിമുഖം നടക്കുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം മുറിയിലുണ്ടായിരുന്നുവെന്നായിരുന്നു 24 ഇന്നലെ പുറത്തുവിട്ട വാർത്ത. ഇത് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. ദേവകുമാറിന്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ആളാണ്. അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇന്റർവ്യൂ ആകാമെന്ന് സമ്മതിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ അഭിമുഖം വാഗ്ദാനം ചെയ്ത് സമീപിച്ചത് കേസൻ ഗ്ലോബൽ എന്ന PR ഏജൻസി എന്നായിരുന്നു ദ ഹിന്ദുവിന്റെ വിശദീകരണം. എന്നാൽ ഹിന്ദു വിശദീകരണത്തെ മുഖ്യമന്ത്രി തള്ളി. അഭിമുഖത്തിനായി PR ഏജൻസിയെ ചുമതലപ്പെടുത്തുകയോ പണം നൽകുകയോ ചെയ്തിട്ടില്ല. ഞാനോ സർക്കാരോ ഒരു PR ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒരു പൈസയും ഈ PR ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല. എന്നാൽ TD സുബ്രഹ്മണ്യത്തിനൊപ്പം അഭിമുഖ സമയത്തുണ്ടായിരുന്ന കേസൻ ഗ്ലോബൽ CEO വിനീത് ഹാണ്ടയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ വിചിത്രമായ മറുപടി. ഇവർ രണ്ടാളാണ് ആദ്യം വന്നത്, പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാ? വന്ന ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകരുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പിന്നെയാണ് പറയുന്നത് അത് ഏതോ ഒരു ഏജൻസിയുടെ ആളാണെന്ന്. എനിക്ക് അത്തരം ഒരു ഏജൻസി അറിയില്ല, ആ വന്നയാളെ എനിക്കറിയുന്നതല്ല. ഖലീജ് ടൈംസിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ അഭിമുഖം ക്രമീകരിച്ചതും കേസൻ ഗ്ലോബൽ എന്നായിരുന്നു PR ഏജൻസി തന്നെ നൽകിയ വിവരം. എന്നാൽ അതും മുഖ്യമന്ത്രി തള്ളി. സംസ്ഥാനത്തിന്റെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഖലീജ് ടൈംസ് എന്ന് പറയപ്പെടുന്ന പത്രത്തിന് താങ്കൾ ഒരു അഭിമുഖം കൊടുത്തിരുന്നു. PR ഏജൻസിയുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അവരാണ് അത് തരപ്പെടുത്തിയതെന്നാണ്. അപ്പോൾ ഈ ഖലീജ് ടൈംസിന് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തത് ഏതെങ്കിലും ഏജൻസി വഴിയായിരുന്നോ? ഗൾഫിലുള്ള പലരും പല ഏജൻസികളും എൻ്റെ അടുത്ത് ഇന്റർവ്യൂ എടുക്കാറുണ്ട്, പല ഘട്ടങ്ങളിൽ എടുത്തിട്ടുണ്ട്. അത് ഗൾഫിലുള്ള പല മാധ്യമങ്ങളും അവിടെയുള്ള മലയാളികളുടെ സാന്നിധ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ പലതും അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്.
ഏതാ എന്താന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. 24 തിരുവനന്തപുരം. PR ഏജൻസിയുമായി ബന്ധമില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും പല ചോദ്യങ്ങൾക്കും മറുപടിയില്ല. ദ ഹിന്ദു അഭിമുഖത്തിൽ വിവാദ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തതിൽ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറി. വിഭാഗീയതയുണ്ടാക്കുന്ന തരത്തിൽ ഇടപെടലുണ്ടായിട്ടും അത് പരിശോധിക്കുമെന്ന് പോലും പറയാൻ മുഖ്യമന്ത്രി തയ്യാറായതുമില്ല. വിവാദ അഭിമുഖം ദ ഹിന്ദു ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച് 35 മണിക്കൂറിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു കത്തെങ്കിലും അയച്ചത്. കത്തിനുള്ള ഹിന്ദു പത്രാധിപരുടെ വിശദീകരണം PR വിവാദമെന്ന കുപ്പിയിലടച്ച ഭൂതത്തെ തുറന്നുവിട്ടു. മഹാമൗനത്തിലായിരുന്ന മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വീണിടത്ത് കിടന്നുരുണ്ടു. ദ ഹിന്ദു ദിനപത്രത്തിനെതിരെ നിയമ നടപടിയെടുക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇതായിരുന്നു: നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഇക്കാര്യം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളുമായുള്ള മത്സരത്തിൽ തന്നെ കരുവാക്കേണ്ടെന്ന് മറുപടി. അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ശരി. നിങ്ങൾക്ക് മറുപടിയല്ല വേണ്ടത്. നിങ്ങൾ വെറുതെ ബഹളം വെക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഉയർന്ന ചോദ്യങ്ങൾക്ക് പലതിനും മറുപടിയില്ല. മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജ പ്രചരണം നടത്തിയിട്ടും അന്വേഷിക്കാൻ മടിക്കുന്നത് എന്ത്? വിവാദ പരാമർശം അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ ഏജൻസിയോട് ആവശ്യപ്പെട്ടത് ആര്? കെയ്സൺ ഗ്ലോബൽ ഏജൻസിയെ മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ അഭിമുഖ സമയം CEO വിനീത് ഹാണ്ട മുഖ്യമന്ത്രിയുടെ മുറിക്കുള്ളിൽ കയറിയത് സുരക്ഷാ വീഴ്ചയല്ലേ? ഒരു പകൽ മുഴുവൻ കോളിളക്കമുണ്ടാക്കിയിട്ടും വിവാദ പരാമർശം മുഖ്യമന്ത്രിയുടേതല്ലെന്ന് ചൂണ്ടിക്കാട്ടാൻ വൈകിയതെന്ത്? ഇങ്ങനെ ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ കിടക്കുകയാണ്. 24 തിരുവനന്തപുരം. വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തിയില്ലെന്ന് പറഞ്ഞ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. തൃശൂർ പൂരം കലക്കലിൽ സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം പ്രതിപക്ഷം അംഗീകരിക്കുന്നില്ല. PR ഏജൻസി വിവാദത്തിൽ മറുപടിയില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉരുണ്ട് കളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ എന്നല്ല വേണ്ടത്, മറുപടി വേണം ചോദ്യങ്ങൾക്ക്. അപ്പോൾ ADGP ലോ ആൻഡ് ഓർഡറിന്റെ പ്രധാനപ്പെട്ട ജോലി RSSുമായിട്ടുള്ള സംഘപരിവാറുമായിട്ടുള്ള കോർഡിനേഷനാണോ? ആരോപണങ്ങൾ പ്രതിപക്ഷം അവസാനിപ്പിക്കുന്നില്ല. പ്രതിഷേധവും തുടരും. ഒരിഞ്ച് പിന്നോട്ടില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. RSS നേതാക്കളെ കണ്ടതിൽ അന്വേഷണം, പൂരം കലക്കിയതിന് അന്വേഷണം, PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് അന്വേഷണം, 5 or 6 അന്വേഷണം ADGPക്കെതിരെ ഉണ്ട്. എന്നിട്ടും ആ ADGPയെ എന്തൊരു കരുതലാണ് മുഖ്യമന്ത്രിക്ക്. ഇപ്പോഴും ചേർത്ത് നിർത്തുകയാണ്. പൂരം കലക്കലിൽ ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യം നേതാക്കൾ ആവർത്തിക്കുകയാണ്. PR ഏജൻസി വിവാദത്തിലും സംശയങ്ങൾ ബാക്കിയെന്ന് പ്രതിപക്ഷം. അതാണ് ഗൗരവമുള്ള വിഷയം. അതങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകേണ്ട ഒരു സംഗതിയല്ല ഇത്. നിസ്സാരമായി അത് എങ്ങനെയോ സംഭവിച്ചതാണ് എന്ന് പറയുന്നത് ആരും അത്ര നിസ്സാരമായി എടുക്കുന്നില്ല. സർക്കാരിനെതിരെ ഈ മാസം 8-ന് പ്രതിഷേധ സംഗമം നടത്താനാണ് UDF തീരുമാനം. സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ ആസ്ഥാനങ്ങളിലും സായാഹ്ന പ്രതിഷേധം നടത്തും. മുഖ്യമന്ത്രിയുടെ രാജി, പൂരം കലക്കലിൽ ജുഡീഷ്യൽ അന്വേഷണം എന്നിവയാണ് ആവശ്യങ്ങൾ. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ ഇടപെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വർണ്ണക്കടത്തിനും ഹവാല ഇടപാടിനും പിന്നിൽ ആര് എന്നറിയിക്കണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. വാർത്താ സമ്മേളനത്തിലും അഭിമുഖത്തിലും പറഞ്ഞ കാര്യങ്ങളിൽ അന്വേഷണം നടത്തണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. Why he has kept me in dark about it? Anti-national activities is too serious a subject. Why he has not shared information with me? He should tell us what action he has taken against the miscreants. And since when he knows about these anti-national activities, what action the government has taken against those who are indulging in anti-national activities. I am very concerned about the allegation of phone tapping. I have written to him more than 10 days back. He has not replied as yet. PV അൻവറിനെതിരായ നിയമ നടപടികൾക്കൊരുങ്ങി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി PV അൻവറിന് വക്കീൽ നോട്ടീസ് അയച്ചു. അഡ്വക്കേറ്റ് K വിശ്വൻ മുഖേനയാണ് നോട്ടീസ് അയച്ചത്. അൻവറിന്റെ 16 ആരോപണങ്ങളിലാണ് നോട്ടീസ് അയച്ചത്. ആരോപണങ്ങൾ ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നടപടി എടുക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്.
വാർത്താമഴ തുടരുന്നു. തൃശൂർ പൂരം കലക്കാൻ ഗൂഢാലോചന നടന്നെന്ന് സമ്മതിച്ച് മുഖ്യമന്ത്രി. പൂരം നടത്തിപ്പിൽ ADGPയുടെ വീഴ്ച DGP പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇതടക്കം പൂരം കലക്കലിൽ ത്രിതല അന്വേഷണത്തിനാണ് സർക്കാർ തീരുമാനം. സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിനായി തൃശൂരിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ സ്വാഗതം ചെയ്തു. പൂരം കലക്കലിൽ സംഘപരിവാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് മുഖ്യമന്ത്രിയുടെ പുതിയ പ്രതിരോധം. തറവാടകയുമായി ബന്ധപ്പെട്ടും ആനകളുമായി ബന്ധപ്പെട്ടും തുടക്കത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നല്ല നിലയിൽ പരിഹരിച്ചു. ഇതിനിടയിലാണ് ചില വിഷയങ്ങളുണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഘട്ടത്തിൽ നടന്ന പൂരം അലങ്കോലപ്പെടുത്താനുണ്ടായ ശ്രമങ്ങൾ ഗൗരവതരം. കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വ്യക്തമായ ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത കാര്യമായിട്ടാണ് കാണാൻ കഴിയുക. അങ്ങനെ സംശയിക്കാനുള്ള അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. അത് ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. നേരത്തെ ADGP നടത്തിയ അന്വേഷണ റിപ്പോർട്ട് തള്ളിയ മുഖ്യമന്ത്രി പുതിയ അന്വേഷണം പ്രഖ്യാപിച്ചു. 3 തലത്തിലുള്ള അന്വേഷണമാവും ഉണ്ടാവുക. പൂരം അലങ്കോലമാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലാണ് 1ാമത്തെ അന്വേഷണം. ഉദ്യോഗസ്ഥ വീഴ്ച സംബന്ധിച്ച് ഇന്റലിജൻസ് ADGP അന്വേഷിക്കും. MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച DGP നേരിട്ടും അന്വേഷിക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അന്വേഷണത്തെ സ്വാഗതം ചെയ്ത തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ADGPയുടെ വീഴ്ച പരിശോധിക്കണമെന്ന് ആവർത്തിച്ചു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണമെന്ന വിശ്വാസത്തോടു കൂടി ഒരു ത്രിതല അന്വേഷണം ഗവൺമെന്റ് പ്രഖ്യാപിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. ഇവിടെ ചുമതലപ്പെട്ട ADGP അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ DGPയുടെ റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുന്നു. ഒരു സമഗ്രമായ അന്വേഷണമായിരിക്കും ഇന്ന് ഗവൺമെന്റ് ത്രിതല അടിസ്ഥാനത്തിൽ നടത്തുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തൃശൂർ പൂരം പൂർണ്ണമായി ഒഴിവാക്കിയതോ വെട്ടിച്ചുരുക്കിയതോ ആയ ചരിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ തൃശൂർ പൂരം വിഷയത്തിലെ പ്രതികരണം. 24 തിരുവനന്തപുരം. DGPയുടെ അന്വേഷണ റിപ്പോർട്ട് വരാനിരിക്കുന്ന ദിവസവും ADGP MR അജിത് കുമാറിന് മുഖ്യമന്ത്രിയുടെ സംരക്ഷണം. പൂരം കലക്കലിൽ ADGPക്ക് വീഴ്ച പറ്റിയെന്ന DGPയുടെ റിപ്പോർട്ടിൽ വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിട്ടതിലൂടെ അജിത്തിനെ ഉടനൊന്നും കൈവിടാൻ മുഖ്യമന്ത്രി ഒരുക്കമല്ല എന്ന് വ്യക്തമായി. കൂടുതൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി നീങ്ങുമ്പോൾ അജിത്തിനെ ഉടൻ മാറ്റുമെന്ന് പറഞ്ഞ് CPIക്കാണ് മുഖം നഷ്ടപ്പെടുന്നത്. അതേസമയം ADGPയെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് CPI എക്സിക്യൂട്ടീവിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി DGPയുടെ റിപ്പോർട്ടിലുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേ റിപ്പോർട്ടിൽ DGPയോട് തെളിവ് ചോദിച്ചത് പോലീസ് മേധാവിയെ അപമാനിക്കുന്നതിന് തുല്യമായി. ആ റിപ്പോർട്ട് നൽകുമ്പോൾ DGP ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അവിടെ എത്താതിരുന്ന കാര്യം. അത് ഒരു പരിശോധനയുടെ ഭാഗമായിട്ടല്ല. അപ്പോൾ പരിശോധന നടക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്ന് എന്താണ് ഉണ്ടായ വീഴ്ച എന്ന് കൃത്യമായി കിട്ടണം. അതിനാണ് അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തുന്നത്. അൻവറിന്റെ ആക്ഷേപങ്ങളിൽ DGP തല അന്വേഷണ റിപ്പോർട്ട് ഇന്ന് തന്നെ കിട്ടുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അന്വേഷണവും റിപ്പോർട്ട് തേടലുമൊക്കെയായി തീരുമാനം നീളുന്നതിലെ അതൃപ്തി RJD ഇന്നും പരസ്യമാക്കിയപ്പോൾ CPI കേന്ദ്രങ്ങൾക്ക് മൗനം. ഒരു പോലീസ് ഓഫീസർ മറ്റൊരു പോലീസ് ഓഫീസറെ കുറിച്ച് അന്വേഷിക്കുന്നു. ഒരു രാഷ്ട്രീയ വിഷയം. അതിൽ എന്ത് പുറത്തു വരാനാണ്? അൻവർ P ശശിക്കെതിരെ പാർട്ടിക്ക് പരാതി നൽകിയപ്പോൾ പാർട്ടി നേതാവെന്ന നിലയിൽ മറുപടി പറയാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ഘടകകക്ഷികൾ രാഷ്ട്രീയ പരിഹാരം ആവശ്യപ്പെടുന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ റോളിൽ മാത്രം നിൽക്കാനാണ് പിണറായിയുടെ തീരുമാനം. ഞാൻ എൻ്റെ നിലപാട് ശരിയാണെന്നല്ലേ പറയുന്നത്. എൻ്റെ നിലപാട് ശരിയായിക്കൊണ്ട് തന്നെയല്ലേ പറയുന്നത്. അതിലെന്താ സംശയം നിങ്ങൾക്ക്? ഞാനൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ആ നിലപാടിന്റെ ഭാഗമായിട്ടുള്ള നടപടിയല്ലേ വരിക. പരിശോധന കഴിഞ്ഞ് ആ പരിശോധനയുടെ ഭാഗമായി വരുന്ന റിപ്പോർട്ട് എന്താണോ അതിന്റെ ഘട്ടത്തിലാണ് ഞാൻ എന്റെ നിലപാട് പറയേണ്ടത്. ADGPക്കെതിരെ രംഗത്ത് വന്ന പ്രതിപക്ഷത്തെ മാത്രമല്ല മുഖ്യമന്ത്രി വിലവയ്ക്കാത്തതെന്ന വികാരം ഭരണമുന്നണിയിൽ കൂടുതൽ മുറുമുറുപ്പിനിടയാക്കും. അതേസമയം പൂരം ഗൂഢാലോചന അന്വേഷിക്കാൻ ഉത്തരവിട്ടതിലൂടെ CPI നിലപാട് മയപ്പെടുത്തുമോ എന്നാണ് അറിയേണ്ടത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാർ കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. ദേശീയ നേതാക്കളെ മാത്രമല്ല സംസ്ഥാന RSS നേതാക്കളെയും ADGP കണ്ടുവെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. വയനാട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്നും RSS നേതാവ് വത്സൻ തില്ലങ്കേരി സ്ഥിരീകരിച്ചു. വയനാട്ടിൽ ദുരന്തം നടന്ന സന്ദർഭത്തിൽ സേവന പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം താമസിച്ചിരുന്ന
ആ ഹോട്ടലിൽ ജോർജ് കുര്യനും അതുപോലെ മറ്റ് നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ടായിരുന്നൊരു വിഷയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് വരുന്ന ആരോഗ്യ പ്രവർത്തകരും വഹിച്ചു വരുന്ന ആംബുലൻസുകൾ പോലീസുകാർ തടഞ്ഞു വെച്ചൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു പത്രം റിപ്പോർട്ട് ചെയ്തത് 4 മണിക്കൂർ സംസാരിച്ചു എന്നാണ്. അപ്പോൾ 4 മിനിറ്റ് നേരം അദ്ദേഹമായിട്ട് ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചു. വാർത്താമഴ തുടരുന്നു. സർക്കാരും CPIM-ഉം പ്രതിസന്ധിയുടെ നടുക്കടലിൽ നിൽക്കെ നാളെ നിയമസഭാ സമ്മേളനത്തിന് തുടക്കം. മുഖ്യമന്ത്രിയിൽ നിന്ന് മറുപടി ലഭിക്കേണ്ട പല ചോദ്യങ്ങൾക്കും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിനും ഉത്തരമില്ലാത്തതോടെ സമ്മേളനം സംഭവബഹുലമാകും. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നിയമസഭാ സമ്മേളനം. സഭയെ സംഭവബഹുലമാക്കാൻ പ്രതിപക്ഷത്തിന്റെ പക്കൽ നിരവധി വിഷയങ്ങൾ. കഴിഞ്ഞ തവണ വരെ സർക്കാരിന്റെ ചാവേറായിരുന്ന PV അൻവർ ഒറ്റയ്ക്കൊരു പ്രതിപക്ഷമാകാൻ പോകുന്ന സഭ. ADGP RSS കൂടിക്കാഴ്ചയും തൃശൂർ പൂരം കലക്കലും സ്വർണ്ണക്കടത്തും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായ ആരോപണവും തുടങ്ങി ഹേമ കമ്മിറ്റി വരെയുള്ള എണ്ണിയാൽ തീരാത്ത വിഷയങ്ങൾ. അതിനേക്കാൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന PR ഏജൻസി വിവാദം. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും വ്യക്തമായ മറുപടി ഇല്ലാതായതോടെ മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിക്കാൻ പ്രതിപക്ഷം നിരവധി ചോദ്യങ്ങൾ ഉതിർക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് മറുപടി പറയാതിരിക്കാൻ ചോദ്യങ്ങൾ വെട്ടിനിരത്തിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം മറ്റൊരു വശത്ത്. നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങൾ നക്ഷത്രചിഹ്നം ഇടാതെയാക്കി മാറ്റിയെന്ന പരാതിയിൽ സ്പീക്കറുടെ മറുപടി ഇങ്ങനെ: പരാതി കിട്ടിയിട്ടുണ്ട്. സാധാരണ നിലയിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഫ്ലോറിൽ വരാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഡെലിബറേറ്റായി എന്തെങ്കിലും ഒഴിവാക്കുന്ന സമീപനം ഞങ്ങളുടെ ഭാഗത്തുണ്ടായില്ല. അത്തരം ഒരു പരാതി ഏതായാലും പ്രതിപക്ഷ നേതാവിനുണ്ടാവില്ല. നിയമസഭയിൽ നാളെ അടിയന്തര പ്രമേയം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവില്ല. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പിരിയും. തിങ്കളാഴ്ച മുതലുള്ള 8 ദിവസമാകും സംഭവബഹുലമായ സഭാ കാലയളവ്. 24 തിരുവനന്തപുരം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താമഴ അവസാനിക്കുന്നു.